ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അല്പം വൈകിപ്പോയ റിവ്യൂ ആണ് തടം. പുതിയ തമിഴ് ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് തടം. നിങ്ങളിൽ പലരും ഇതിനകം ഈ സിനിമ കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ ജനം സ്വീകരിക്കുന്ന സിനിമയാണ് തടം. തടം എന്നാൽ ക്ലൂ, എവിഡൻസ് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ഈ മലയാളത്തിൽ കേസിന്റെ തുമ്പ്, തെളിവ് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. മകിഴ് തിരുമേനിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രൂപഭാവങ്ങളിലും എന്തിന് ശബ്ദത്തിൽ പോലും അസാധാരണമായ സാമ്യമുള്ള ഇരട്ട സഹോദരങ്ങളാണ് കവിലും ഏഴിലും. ഇരുവരുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രാത്രി, നിഷ്ഠൂരമായ ഒരു കൊലപാതകം, പോലീസ് അന്വേഷണം, യഥാർത്ഥ കുറ്റവാളി ആരെന്നറിയാനുള്ള ഉത്കണ്ഠാകുലമായ അന്വേഷണം, അഴിക്കും തോറും മുറുകി വരുന്ന, അന്വേഷിച്ച് ചെല്ലും തോറും അകന്നു പോകുന്ന യാഥാർത്ഥ്യം. ഇതൊക്കെയാണ് തടം. ഇതിനപ്പുറം ഞാൻ പറയാൻ പോയാൽ അത് സിനിമയുടെ കഥ പറച്ചിലായി പോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സാധാരണ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി വില്ലൻ ആരെന്ന് അവസാന നിമിഷം വരെയും ഒരു തീരുമാനത്തിൽ എത്താനാകാതെ പ്രേക്ഷകർ കുഴയുന്നിടത്താണ് ഒരു ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ തടം വിജയിക്കുന്നത്. ഡ്യുവൽ കഥാപാത്രങ്ങളായ ഏഴിലും കവിനുമായി അരുൺ വിജയ് ശ്രദ്ധേയമായ പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. വെറ്ററൻ ആക്ടർ വിജയ് കുമാറിന്റെ മകൻ കൂടിയാണ് അരുൺ വിജയ്. തന്യ ഹോപ്പും സ്മൃതി വെങ്കിട്ടുമാണ് അരുൺ വിജയുടെ ഡ്യുവൽ കഥാപാത്രങ്ങളുടെ നായികമാരായി ചിത്രത്തിലുള്ളത്. അരുൺ വിജയ് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം വനിതാ സബ് ഇൻസ്പെക്ടർ മലർവിഴിയാണ്. മലർവിഴിയായി വിദ്യാ പ്രദീപ് നല്ല പെർഫോമൻസ് ആണ് സിനിമയിലുടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇരട്ട സഹോദരങ്ങളിൽ കവിന്റെ കട്ട ബ്രോ സുരുളി എന്ന രസകരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് യോഗി ബാബുവാണ്. അരുൺ വിജയുടെ അമ്മയായി വേഷമിട്ടിരിക്കുന്നത് പഴയകാല നായിക സോണിയ അഗർവാളാണ്. ഫെഫ്സി വിജയൻ, സ്റ്റണ്ട് കോറിയോഗ്രാഫറും നടനുമൊക്കെയായ ഫെഫ്സി വിജയൻ ഇതിൽ ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ എന്ന നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവരൊക്കെയാണ് തടം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേസമയം നിരവധി കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. നിരവധി നടീനടന്മാർ, പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സംവിധാന മികവും അവതരണത്തിലെ പുതുമയുമാണ് ഈ ചിത്രത്തെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റിയത് എന്ന് വിലയിരുത്താം. പശ്ചാത്തല സംഗീതത്തിന്റെ മികവും ശ്രദ്ധേയമായ ഘടകമാണ്. അരുൺ രാജാണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ഗോപിനാഥാണ് ഛായാഗ്രഹണം. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് NB ശ്രീകാന്താണ്. തടം തിയേറ്ററിൽ പോയി കാണാവുന്ന നല്ല ഒരു ത്രില്ലർ ചിത്രമാണ്. പുതുമയുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും തടം. തടത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം യഥാസമയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഡിലേ ഇല്ലാതെ തന്നെ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നത് നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ മറ്റു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണും വരെ ബൈ.